ബലാത്സംഗ കേസിൽ 15 ദിവസമായി ഒഴിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പാലക്കാട് എത്തി വോട്ട് രേഖപ്പെടുത്തി. കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ എംഎൽഎ ബോർഡ് വെച്ച കാറിലെത്തിയാണ് രാഹുൽ വോട്ട് ചെയ്തത്. സത്യം ജയിക്കുമെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പ്രതികരിച്ച രാഹുൽ പീഡന കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. മൈക്കൊന്ന് മറ്റേ ചായ കുടിക്കാം. രാഹുൽ ആ നടപടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സാജിദ് അജ്മൽ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാജിദ്, ആകെ 2-3 വാക്യങ്ങളിൽ രാഹുൽ മറുപടി ഒതുക്കുകയായിരുന്നു. പാർട്ടി നിലപാടിനോടുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ നിങ്ങൾ അവിടെ ചോദിച്ചോളൂ, ഞാൻ എന്തായാലും ഇവിടെ ചിരിച്ചു നിൽക്കും എന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു രാഹുലിന്റെ മറുപടി, അല്ലേ? തീർച്ചയായും 15 ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തിയത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. അതിന് മുൻപ് ഈ നോട്ട് ടു അറസ്റ്റ് ആദ്യ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു MLA എന്ന നിലയ്ക്ക് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തില്ല എങ്കിൽ അതും വാർത്തയാണ്. സ്വാഭാവികമായും ഇന്നലെ തന്നെ അദ്ദേഹം എത്തുമെന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്തായാലും ഇന്ന് 5 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവരെ കാര്യമായി ഒന്നും പറഞ്ഞില്ല. പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങി വലിയ പോലീസ് കാവലായിരുന്നു. വനിതാ പോലീസ് ഉൾപ്പെടെ ക്യാമറാമാൻമാരെ തള്ളിമാറ്റാൻ വലിയ ഉത്സാഹം കാണിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് താൻ ഈ കോടതിക്ക് മുൻപിൽ എല്ലാ കാര്യങ്ങളും പറയും, തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ പറയും എന്നുള്ളതാണ്. പിന്നീട് നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയും മെഡിക്കൽ കോളേജിന് നേരെ എതിർവശത്തുള്ള ഒരു ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ കയറി ചായ കുടിച്ചു. ചായയും പരിപ്പോടയും അദ്ദേഹം കഴിച്ചു. ആ സമയത്തും പറഞ്ഞത് തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ പറയും എന്നുള്ളതാണ്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വന്നത് MLA ഓഫീസിലേക്കാണ്. MLA ഓഫീസിൽ വെച്ചും ഇതേ വാക്കുകൾ ആവർത്തിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോട് ഈ ഫയലുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പിന്നീട് കഥകടച്ച് ഒരു മുറിക്കകത്ത് ഇരുന്ന് ഈ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ളവയാണ് സംസാരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് അറിയുന്നത്. പിന്നീട് ഈ MLA ഓഫീസിലേക്ക് വന്ന വിവിധ ആവശ്യങ്ങൾക്കായി ചില ആളുകൾ എത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ഒരു 7:30 കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ മാത്തൂർ ഭാഗത്താണ് ഉള്ളത്. ഈ ചില സ്ഥാനാർത്ഥികളെ കാണാനാണ് പോയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാളെ ഇവിടെ തന്നെ തുടരും. അടുത്ത ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് 15-ാം തീയതി എന്നുള്ളത് നിർണായകമാണ്. ഈ മുൻകൂർ ജാമ്യത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ എല്ലാ തിങ്കളാഴ്ചയും കോടതിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ളതാണ്. അത് 15-ാം തീയതിയാണ് ആ മുൻകൂർ ജാമ്യം ലഭിച്ച ആദ്യ തിങ്കളാഴ്ച. മറ്റൊന്ന്, ആദ്യ കേസിൽ നോട്ട് ടു അറസ്റ്റ് ആണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി ഇനി മുൻകൂർ ജാമ്യത്തിൽ വിധി പറയും. ആ വിധി എന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സാജിദ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തിയത് MLAയുടെ ബോർഡ് വെച്ച MLA വാഹനത്തിലായിരുന്നു. അതുപോലെ തന്നെ വോട്ട് ചെയ്ത ശേഷം മടങ്ങിയത് MLA ഓഫീസിലേക്കാണ്. പാലക്കാട് പ്രവർത്തകരോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ MLA സ്ഥാനം രാജിവെക്കാനുള്ള പദ്ധതിയൊന്നും ഇല്ല എന്നാണോ? MLA സ്ഥാനം രാജിവെക്കാനുള്ള ഒരു പദ്ധതിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല. MLA ബോർഡ് വെച്ച വാഹനത്തിൽ പോലീസിന്റെ എസ്കോർട്ടോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് MLA ഓഫീസിലെത്തി. MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പല ഫയലുകളിലും ഒപ്പിടേണ്ടതുണ്ട്. അങ്ങനെ ആ ഫയലുകൾ വിളിച്ചു വരുത്തി. പിന്നീട് ആളുകൾ MLA എന്ന നിലയ്ക്ക് ആളുകളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചെത്തുന്ന ആളുകളുണ്ട്. അത്തരം ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരുമായി സംസാരിച്ചിരുന്നു. MLA എന്ന നിലയ്ക്ക് സജീവമാകുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ആളുകളെ കാണുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട്, ആളുകളോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ രീതി വരും ദിവസങ്ങളിലും തുടരും. നമുക്കറിയാം, ആദ്യ ഘട്ടത്തിൽ ഈ ആരോപണം വന്ന സമയത്ത് ഇതേ രീതിയായിരുന്നു അവലംബിച്ചത്. അതേ രീതി വീണ്ടും അവലംബിക്കുകയാണ്. ഇനി ഈ കേസും കോടതി നടപടികളും ആയ പശ്ചാത്തലത്തിൽ ഇനി എന്തെല്ലാം തീരുമാനങ്ങളിലേക്കാണ് രാഹുൽ പോവുക, ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകുമോ എന്നുള്ളതെല്ലാം
തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. സാജിദ്, അതുപോലെ രാഹുൽ എന്നെത്തിയപ്പോൾ ചില കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ബൊക്കെയൊക്കെ നൽകി സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിലുപരി രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടു. BJP-യും CPM-ഉം ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് രാഹുലിന്റെ എങ്ങോട്ടാ പോകുന്നത് ആ സ്ഥലത്ത് പോലീസ് സുരക്ഷയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം എന്തെങ്കിലും അറിവുണ്ടോ? അങ്ങനെ ഒരു വ്യാപകമായ പ്രതിഷേധം ഇനി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത് ഈ CPM-ന്റെ ചില പ്രാദേശിക ആളുകളാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആദ്യം ഘട്ടത്തിൽ തന്നെ CPM അങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോയിട്ടില്ല. DYFI പ്രതിഷേധിച്ചിരുന്നു, പിന്നീട് ആ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. BJP-യും ആദ്യഘട്ടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. ഇനി അത്തരം ഒരു പ്രതിഷേധം MLA-യെ പൂർണ്ണമായി വഴി തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം ഇതുവരെ CPM-ഓ BJP-യോ നടത്തിയിട്ടുമില്ല. പോലീസ് എന്തായാലും രാഹുലിനെ നിരീക്ഷിക്കുകയും സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിനൊപ്പം ഇന്നുണ്ടായിരുന്നത് ഈ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. മറ്റ് ഈ ബൂത്തിൽ വന്നപ്പോൾ ഒരു വയോധികനായ കോൺഗ്രസ് പ്രവർത്തകൻ ബൊക്ക കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇന്ന് രാഹുൽ ചില കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ ആയ ആളുകൾ മത്സരിക്കുന്നുണ്ട്. അത്തരം ആളുകളെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മാത്തൂർ ഭാഗത്താണ് രാഹുൽ ഉള്ളത്. ഇനി കുഴൽമന്ദം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് രാഹുൽ പോയി ചില കോൺഗ്രസിന്റെ പ്രവർത്തകരെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കാണുമെന്നാണ് അറിയുന്നത്. ശരി, സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.